അയാളുടെ ക്യാരക്ടർ ഒന്ന്, വ്യക്തിപരമായ ജീവിതത്തിൽ അയാളുടെ ക്യാരക്ടർ ഒന്ന് പരിശോധിച്ച് നോക്കുക. അസൂയയുള്ള വ്യക്തിയായിരിക്കും. അസൂയുള്ളത് കൊണ്ടാണ് അയാൾക്കിതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല. പള്ളി പണിയാനായിട്ടൊരച്ഛൻ തീരുമാനമെടുത്താൽ അവർ പറയും, പള്ളിയൊക്കെ പണിയുന്ന വെറുതെ അനാവശ്യമായിട്ട് ചിലവുണ്ടാക്കുന്നു എന്ന് പറയും. ഇനി മറ്റൊരച്ഛൻ വന്നിട്ട് ഒരു പള്ളിയും പണിയാതെ പ്രാർത്ഥനയും മറ്റു മാത്രങ്ങളുമായിട്ട് നടക്കുകയാണെങ്കിൽ അവർ പറയും, കണ്ടില്ലേ ഈ അച്ഛന് വേറൊരു ഒന്നും അറിയാൻ പാടില്ല, ഇദ്ദേഹത്തിന് നന്നായിട്ട് ആ പള്ളി ഒന്ന് വൃത്തിയാക്കി പണിതുകൂടെ എന്ന് പറയും. കാരണം എന്താണ്? ഇത് അച്ഛൻ്റെ കുഴപ്പം കൊണ്ടല്ല, ഇത് ഇവൻ്റെ ഉള്ളിലുള്ള പ്രശ്നമാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് വരുന്നത്. ആസക്തികൾ, അഹങ്കാരം, അസൂയ, ചെടികത, ഇതൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് വരുന്നത്. ചിലപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ ആരോപിക്കുന്നത് ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം കൂടെയാണെന്ന് ആധുനിക മനഃശാസ്ത്രം